നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നേ? സീരിയൽ കാണാനാണോ സന്തോഷം? അതോ വൈകുന്നേരം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാനാണോ സന്തോഷം? ലോകത്തിൽ നിങ്ങൾ എവിടാ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നേ? ആമേൻ. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ, എനിക്ക് സന്തോഷം കണ്ടെത്താൻ ഒരു ഇടമുണ്ട്. അത് മറ്റൊരിടമല്ല. ഈ സന്തോഷം എടുത്തു മാറ്റാൻ ആർക്കും പറ്റില്ല. ഈ സന്തോഷം ചോർത്തിക്കളയാൻ ആർക്കും പറ്റില്ല. ഈ ചിരിയെ മടക്കിക്കളയാൻ ആർക്കും പറ്റില്ല. കാരണം കർത്താവിനുള്ള സന്തോഷം തീർന്നു പോകാത്ത സന്തോഷം. നമ്മൾ പാടിയില്ലേ, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. ഈ ലോകം തരുന്നപ്പോഴും കണ്ണുനീരാണെങ്കിൽ എൻ്റെ ദൈവം തരുന്ന സന്തോഷം അത് നിനക്ക് നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ആ ആനന്ദത്തിലേക്ക്. ഓ, പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ദൈവമക്കളെ, സെലിബ്രേറ്റ്. ആ ദൈവത്തിൽ നിനക്ക് സന്തോഷിക്കാൻ, ദൈവത്തിൽ നിനക്ക് ആഘോഷിക്കാൻ. നമ്മളെവിടെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നമ്മളെവിടെ റിജോയ്സ്? ആമേൻ. കർത്താവ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. അത് മലയാളം ചില വേർഷൻസിൽ അത് വന്ദനം ചെയ്തെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ വേർഷൻ, അതിൻ്റെ മൂലഭാഷയിൽ കർത്താവ് അവരോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, റിജോയ്സ്. ആമേൻ. യേശു കർത്താവ് കാൽവറി മരിച്ചു കഴിഞ്ഞിട്ട് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ യേശു കർത്താവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷമൊക്കെ ഭയങ്കരമായിട്ട് തീർന്നുപോയി. കൂടെ നടന്നവരൊക്കെ നിരാശപ്പെട്ടു, കരഞ്ഞു, ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പം കർത്താവ് അവരുടെ അടുത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. വായിക്കാമോ? 1:28-9, 8 തൊട്ട് വായിച്ചു. 8, 9 വാക്യങ്ങൾ. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിക്കാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് ഭയപ്പെട്ട് യേശു മരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വന്ദനം. അതിൻ്റെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ പല മൂലഭാഷയിൽ യഥാർത്ഥ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, റിജോയ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും ദുഃഖിച്ചിരിക്കണ്ട. നിങ്ങളുടെ ദുഃഖം തീർന്നിരിക്കുക. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെ പറഞ്ഞ വാക്ക് റിജോയ്സ് എന്ന പദമാ. നിങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പീൻ. ആമേൻ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്നവരാകണം. ഹല്ലേലൂയ. ആമേൻ. ഉലകമഹാന്മാർ അഖിലരും 6 അടി മണ്ണിൽ ഒടുങ്ങിപ്പോയപ്പോൾ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം 6 അടി മണ്ണിൽ ഒതുങ്ങിത്തീർന്ന ദൈവമല്ല. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. കർത്താവ് അതാ പറഞ്ഞു, റിജോയ്സ്. നിങ്ങൾ ഇനി സന്തോഷിക്കണം.